പ്രളയത്തിനും ചോദിച്ച പൈസ കിട്ടിയില്ല, ഓഹിക്കും കിട്ടിയില്ല, ഇതിനും കിട്ടുന്നില്ല, മറ്റ് സ്റ്റേറ്റുകൾക്ക് കിട്ടുന്നുമുണ്ട്. കോടതിയിൽ ഇപ്പോൾ കൃത്യമായി കൊടുത്തിരിക്കുന്ന രേഖകൾ എല്ലാം തട്ടിപ്പാണ്, ഉഡായിപ്പാണ്, കണക്കുകൾ പൊരുത്തപ്പെടുന്നില്ല. രണ്ട് കാര്യം സംഭവിക്കുമ്പോഴാണ് കേന്ദ്ര ഗവൺമെൻറ് പിടിക്കുന്നത്. മാൻഡ്രിക്കും കുമ്പിടിയൊന്നും അല്ലല്ലോ സർക്കാർ സംവിധാനം തന്നെ. പറ്റുമോ? അനുഭവ സമ്പത്തില്ലാത്ത കുറേ ആളുകളാണ് അവിടെ ഇരിക്കുന്നത്. ഈ സംവിധാനത്തിൻ്റെ ബേക്കിംഗ് ആരാണ്? ഞാൻ ഇതുവരെ പുറത്ത് പറയാത്ത കാര്യം, ഒരു ചാനലും പറയാത്ത കാര്യം, മെമ്പർ സെക്രട്ടറിയെ മാറ്റണം, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ശരിയല്ല എന്ന് തൊടാൻ പറ്റാത്ത രീതിയിൽ പവർഫുൾ ആണോ ഈ സംവിധാനം? ഈ സംഘം? മുഖ്യമന്ത്രിയാണ് ഇതിൻ്റെ ചെയർമാൻ, ദേശവിരുദ്ധമായിട്ട് പ്രഖ്യാപിക്കണം. എന്താ ഇവരൊക്കെ? എന്ത് രാഷ്ട്രീയക്കാരാണ് അവർ? എന്ത് പഠിച്ചിട്ടാണ് ജനങ്ങളോട് ഇത് വന്ന് പറയുന്നത്? ഞാൻ പറഞ്ഞ അടിയന്തരമായി ഒന്നുകിൽ ഇവർ രാജിവെക്കണം. ഈ ടീം ധാർമ്മികമായ അവകാശമില്ല, നിയമപരമായിട്ടില്ല, കഴിവില്ല, യാതൊന്നും തന്നെയുള്ള സംവിധാനമല്ല. ജനങ്ങളെ വീണ്ടും പറ്റിക്കുകയും. നമസ്കാരം. ഇക്കഴിഞ്ഞ മണിക്കൂറിലാണ് സംസ്ഥാനത്തെ ദുരന്ത നിവാരണ അതോറിറ്റിയെ വിമർശിച്ചുകൊണ്ട് ഹൈക്കോടതി രംഗത്ത് വന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മളോട് പ്രതികരിക്കുന്നത് ഭൗമശാസ്ത്ര വിദഗ്ധനും സാമൂഹിക നിരീക്ഷകനും കൂടിയായ ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസ് സാറാണ്. നമ്മൾ ഇതിന് മുൻപൊരു വീഡിയോ ചെയ്തിരുന്നു, ദുരന്ത നിവാരണ അതോറിറ്റി ഒരു വൻ ദുരന്തമാണ് എന്നുള്ളത്. ഇപ്പോൾ കോടതി തന്നെ ഒരു പരാമർശം ഇറക്കിയിരിക്കുകയാണ്. അതായത് ദുരന്ത നിവാരണ അതോറിറ്റി കണക്കുകൾ ശരിയല്ല, അതുകൂടാതെ കേന്ദ്ര സഹായം ആവശ്യപ്പെടുമ്പോൾ വ്യക്തമായ കണക്കുകൾ നൽകണമെന്ന് വലിയൊരു വിമർശനമാണ് ഉണ്ടായിരിക്കുന്നത്. എങ്ങനെ നോക്കിക്കാണുന്നു? നമ്മൾ തന്നെ എനിക്കൊന്ന് 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഘടനയെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, സമഗ്രമായി ചെയ്തിട്ടുണ്ട്. അല്ലാതെ ദുരന്ത സമയത്ത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ 10-29 സ്റ്റേറ്റ് ഉണ്ട് ഇന്ത്യയിൽ. ഒരു ഫെഡറൽ സിസ്റ്റമാണ്. അതിനനുസരിച്ചാണ് കേന്ദ്ര ഗവൺമെൻറ് നയങ്ങളൊക്കെ ഉണ്ട്. എല്ലാ കാലത്തും അങ്ങനെയാണല്ലോ. അതിന് ഭരണഘടനയുണ്ട്, CAG ഉണ്ട്, പിന്നെ ഒരുപാട് പാർലമെൻറ്റുണ്ട്, ഒരുപാട് സംവിധാനങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ NRHM ഹെൽത്ത് വിഭാഗത്തിൽ, അതുപോലെ തന്നെ പിന്നെ ഭക്ഷ്യവകുപ്പിൽ, പിന്നെ അതുപോലെ ഒരു 100-100ഓളം പദ്ധതികളെങ്കിലും കേന്ദ്ര പദ്ധതികളുണ്ട്. കേന്ദ്രം പണം തരാതിരിക്കണമെങ്കിൽ ഒന്നിനും തരാതിരിക്കണം, അല്ലെങ്കിൽ എല്ലാത്തിലും ഉപദ്രവിച്ചുകൊണ്ടിരിക്കണം. ദുരന്ത നിവാരണത്തിന് മാത്രം എന്താണ് ഒരു ഉപദ്രവം? അവിടെ നിന്നാണ് നമ്മൾ അന്വേഷണം പോകേണ്ടത്. പ്രളയത്തിനും ചോദിച്ച പൈസ കിട്ടിയില്ല, ഓഹിക്കും കിട്ടിയില്ല, ഇതിനും കിട്ടുന്നില്ല, മറ്റ് സ്റ്റേറ്റുകൾക്ക് കിട്ടുന്നുമുണ്ട്. അവർ വളരെ പെട്ടെന്ന് പൈസ മേടിക്കുന്നു. അത് തമിഴ്നാട് മേടിക്കും. തമിഴ്നാട് ഒരിക്കലും പിന്നെ കേരളം പോലെ തന്നെ തമിഴ്നാടും കേന്ദ്ര ഗവൺമെൻറ്റും തമ്മിൽ യാതൊരു രാഷ്ട്രീയമായി യാതൊരു ബന്ധവുമില്ല. അവർ നല്ല ശത്രുക്കളാണ്. മറ്റ് ആന്ധ്രയ്ക്ക് കൊടുക്കുന്നു. അപ്പോൾ കേരളത്തിനോട് മാത്രം എന്താ ഇത്രയൊരു വിവേചനം? അത് പൊളിറ്റിക്കൽ വിവേചനമാണോ? എങ്കിൽ അത് കൃത്യമായി അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിവേചനമാണ്. പക്ഷേ അങ്ങനെ നോക്കുമ്പോഴാണ് നമ്മൾ ചില കാര്യങ്ങൾ പരിശോധിക്കുകയും ചിലത് പറയുകയൊക്കെ ചെയ്തത്. പക്ഷേ നമ്മൾ അങ്ങനെ സമഗ്രമായ രേഖ പരിശോധിച്ച് നമുക്ക് പറയാൻ കഴിയില്ല. അതിന് നമ്മളെ കയ്യിൽ അങ്ങനെ രേഖ ഇല്ല. പക്ഷേ എങ്കിലും പുറത്ത് വരുന്ന മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ വെച്ചും രേഖകൾ വെച്ചാണ് പറയുന്നത്. പക്ഷേ കോടതിയിൽ ഇപ്പോൾ കൃത്യമായി കൊടുത്തിരിക്കുന്ന രേഖകൾ എല്ലാം തട്ടിപ്പാണ്, ഉഡായിപ്പാണ്, കണക്കുകൾ പൊരുത്തപ്പെടുന്നില്ല, ഓഡിറ്റ് സമയത്ത് ചെയ്തിട്ടില്ല. ഇപ്പോൾ കേരളത്തിൻ്റെ കയ്യിലിരിക്കുന്ന 760 കോടി രൂപയിൽ എത്ര കോടി രൂപ വയനാടിന് വേണ്ടി ചിലവാക്കാൻ പറ്റുമെന്നുള്ളതിനെക്കുറിച്ച് ഒരു ധാരണയില്ല. അതൊക്കെ കോടതി ചോദിച്ചതാണ്. ഏതെങ്കിലും ഏജൻസി, അത് കേന്ദ്ര ഗവൺമെൻറ്റെന്നോ സംസ്ഥാന ഗവൺമെൻറ്റെന്നോ ആര് ഭരിക്കുന്നോന്ന്, ഏത് ഏജൻസിയാലും, ഇനി CPM തന്നെ കേന്ദ്രം ഭരിച്ചെന്ന് വിചാരിക്കുക, പൈസ കൊടുക്കില്ല. പൈസ കൊടുക്കണമെങ്കിൽ എന്ത് വേണം? കൊടുത്ത പൈസയ്ക്ക് കൃത്യമായ കണക്ക് വേണം, ചിലവാക്കുന്ന പൈസയ്ക്ക് ഓഡിറ്റ് വേണം. ഇത് പ്രൊസീജിയറാണ്. ജലജീവ മിഷൻ ഇവിടെ നമ്മൾ ഓഡിറ്റ് ചെയ്ത് റിപ്പോർട്ട് കൊടുത്താൽ 2 ആഴ്ചക്കകത്ത് പൈസ കിട്ടുന്നുണ്ട്. പൈസ കിട്ടാതിരിക്കുമ്പോൾ ഇത് കൃത്യമായി ഓഡിറ്റ് ചെയ്യുന്നില്ല. ഒന്നാമത്തെ കാര്യം. വകമാറ്റി ചിലവഴിക്കുന്നുണ്ട്. ഹെലികോപ്റ്റർ വാങ്ങി ഇതിൻ്റെ പേരിൽ. ആരോട് പറഞ്ഞിട്ട് ഹെലികോപ്റ്റർ വാങ്ങി? എന്ത് പ്രൊഫഷനാണ് ഹെലികോപ്റ്റർ വാങ്ങാനുണ്ടായിരുന്നത്? ഒരുപാട് പൈസ ഇത് അനധികൃതമായിട്ട് ചിലവാക്കുന്നുണ്ട്. 2 കാര്യം സംഭവിക്കുമ്പോഴാണ് കേന്ദ്ര ഗവൺമെൻറ് പിടിക്കുന്നത്. ഒന്ന്, വക മാറ്റി ചിലവാക്കുക. 3 ഹെഡിലാണ് ഇവർക്ക് പൈസ വരുന്നത്. പിന്നെ ഡിസാസ്റ്ററിൻ്റെ റെസ്പോൺസും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കുള്ള പൈസ, കപ്പാസിറ്റി ബിൽഡിങ്ങിനുള്ള പൈസ, ജനങ്ങളെ സജ്ജമാക്കണം. 3ാമത് ഈ ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ ചിലവാക്കാനുള്ള പണം. പിന്നെ റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ വലിയ പ്രോസസ്സാണ്, അതിന് ഒരുപാട് പണവും വേണം. പക്ഷേ ഈ 3 കാര്യങ്ങളിലെ ഒരു ഫെയിലിയറാണ്. ഇനിയൊരു കാര്യമുണ്ട്. സംസ്ഥാന സർക്കാരിന് പൈസ അനുവദിച്ചാലും ഒരുപാട് പൈസ അൺസ്പെൻഡായിട്ട് കിടന്നാൽ, ചിലവാക്കാതെ കയ്യിലിരുന്നാൽ അതിൻ്റെ 50% അനുവദിക്കുള്ളൂ. ഉദാഹരണം, 100 കോടി കേന്ദ്രത്തിൽ നിന്ന് അനുവദിച്ചാൽ ഇവിടെ നേരത്തെ ചിലവാക്കേണ്ട പൈസ ചിലവാക്കിയിട്ടില്ലെങ്കിൽ 50 കോടിയേ തരുള്ളൂ. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? കേന്ദ്ര സർക്കാർ ഇങ്ങനെ പമ്പ് ചെയ്ത് പൈസ കൊടുക്കില്ല, ആരും കൊടുക്കത്തില്ല. 2215 കോടിയുടെ പ്രപ്പോസൽ എന്നാണ് കൊടുത്തത്? നവംബർ 13-നാണ്. നവംബർ 13-ന് കൊടുത്തിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മളിവിടെ ഹർത്താൽ നടത്തി. 2200 കോടി രൂപയുടെ ഒരു പ്രപ്പോസൽ, അതും വ്യത്യസ്ത മിനിസ്ട്രികൾ തരേണ്ട പൈസ, ഒരുപാട് വകുപ്പുകളോട് തരേണ്ട പൈസയാണല്ലോ, അല്ലാതെ അത് ഒരുപാട് വകുപ്പുകളുടെ പദ്ധതികളാണല്ലോ. ഈ പണം 2 ദിവസം കൊണ്ട് പ്രോസസ്സ് ചെയ്ത് തരുമോ? ഏതെങ്കിലും ഗവൺമെൻറ്റിന് പറ്റുമോ? മാൻഡ്രിക്കും കുമ്പിടിയൊന്നും അല്ലല്ലോ ഒരു സർക്കാർ സംവിധാനം എന്ന് പറഞ്ഞാൽ. പറ്റുമോ?
പറ്റില്ല. അപ്പോൾ അങ്ങനെ വളരെ ഒരാഴ്ച കൊണ്ട് പ്രോസസ്സ് ചെയ്ത് തരാൻ പറ്റുന്നതല്ല. PDN പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെൻറ്റ് നടത്തി കൊടുക്കാൻ തന്നെ 3 മാസം എടുത്തു. അത് പോട്ടെ, നടത്തിയത് പൊട്ടത്തരമാണ്. മന്ത്രിമാർ വന്ന് നിന്നിട്ട് ഇങ്ങനെ പ്രൊഫഷണലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വലിയ പൊട്ടത്തരമാണ് കൊടുത്തത്. ആദ്യം ഒരു 1200 കോടി രൂപ കൊടുത്തു, പിന്നെ 2200 കോടി രൂപ കൊടുക്കുന്നു. ഇതെന്താണ് അവർ കൊടുക്കുന്നത്? അപ്പോഴാണ് അവരവിടെ ചോദിച്ചുകൊണ്ടിരിക്കും കുറേ. നമ്മളിവിടെ നിന്ന് കേരള സർക്കാരിലേക്ക് ഒരു പ്രപ്പോസൽ കൊടുത്താൽ അത് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ പോകും. ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് കമ്പ്യൂട്ടർ നോക്കുമ്പോൾ നേരത്തെ അടച്ച പൈസ ഉണ്ടോ, എത്രയാണ് ബാലൻസ്, ആ ബാലൻസ് ചെയ്ത പൈസയിൽ വക മാറ്റിയിട്ടുണ്ടോ, ഓരോ ഹെഡിനും പൈസയുണ്ട്. വക മാറ്റിയിട്ടുണ്ടെങ്കിൽ ചോദ്യം ഇങ്ങോട്ട്, നിങ്ങൾ വക മാറ്റി എന്തിനാണ്? ഞങ്ങളോട് ചോദിച്ചോ, തന്നവരോട്. നിങ്ങൾക്ക് ഇന്ന കാര്യത്തിനാണ് ഞങ്ങൾ പൈസ തന്നിരിക്കുന്നത്, നിങ്ങൾ മറ്റൊരു കാര്യത്തിന് ചെയ്യുമ്പോൾ ഞങ്ങളോട് ചോദിച്ചോ. ഒന്നാമത്തെ ചോദ്യം വരും, നിർബന്ധം. അത് ചോദിച്ചിട്ടുണ്ട് ഇപ്പം. രണ്ടാമത് യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ്. അതെന്ന് പറഞ്ഞാൽ 1 രൂപ ചിലവാക്കിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ ബില്ല്, വൗച്ചർ, സ്റ്റേറ്റ്മെൻറ്റ്, കംപ്ലീറ്റ് യാത്രാപ്പടി ഇതെല്ലാം വെച്ച് കംപ്ലീറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആക്കി രജിസ്റ്റേർഡ് ആയിട്ടുള്ളൊരു ഓഡിറ്ററെ കൊടുത്ത് ഓഡിറ്റർ അത് സ്റ്റേറ്റ്മെൻ്റ് ആക്കി അദ്ദേഹം കൗണ്ടർ സൈൻ തരണം. ഈ ചിലവാക്കുന്ന തുകയെല്ലാം കറക്റ്റാണെന്ന് പറയണം. അവർ വല്ല കുറയിട്ടാലും ഒരുപാട് കുറയിടും, അവരും കുറയിടും. കാരണം ഇത് വകമാറ്റി ചിലവഴിച്ചിരിക്കുന്നു, നിങ്ങൾ ഇത്ര രൂപ ഇതിനകത്ത് കപ്പാസിറ്റി ഉള്ളൂ, നിങ്ങൾ അതിൽ കൂടുതൽ പൈസ ചിലവാക്കിയിരിക്കുന്നു, നിങ്ങൾ ടൈമിൽ ചിലവാക്കിയില്ല, ഇന്ന ഹെഡിൽ നിങ്ങൾ പൈസ ചിലവാക്കിയിട്ടില്ല, അല്ലെങ്കിൽ ഇന്ന ഹെഡിൽ ചിലവാക്കണം, ഇങ്ങനെ അവരും കുറയിടും. ഈ കുറയും നമുക്ക് പ്രതികൂലമാണ്. അപ്പോൾ ഇവിടെ സംഭവിച്ചെന്താണ്? ദുരന്ത നിവാരണ അതോറിറ്റി സംഭവിക്കുന്നത് എന്താണ്? നമ്മൾ ആദ്യം മുതലേ പറയുന്നൊരു കാര്യമാണ്. അനുഭവ സമ്പത്തില്ലാത്ത കുറേ ആളുകളാണ് അവിടെ ഇരിക്കുന്നത്. 74 പേരിൽ, ഇത് നമ്മൾ ചെയ്ത വീഡിയോ ആണ്, 74 പേരിൽ 73 പേരും 71 പേരും താൽക്കാലിക ജീവനക്കാരാണ്. അവരാരും അനുഭവ സമ്പത്തുള്ളവരല്ല. ഒരു നല്ല റിപ്പോർട്ട് തയ്യാറാക്കി അവർക്ക് പരിചയമില്ല, അവർക്കൊരു നല്ല സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കി പരിചയമില്ല. പിന്നെ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒരു അഡീഷണൽ സെക്രട്ടറി റാങ്കിലുള്ള ഫിനാൻസിൽ നിന്നുള്ള ഏറ്റവും ഉയർന്നൊരു ഉദ്യോഗസ്ഥനുമാണ് അവിടെ ഫിനാൻസ് മാനേജറായിട്ട് വയ്ക്കാൻ. അങ്ങനെ ഒരാളില്ല. ഒരു അണ്ടർ സെക്രട്ടറി റാങ്കിൻ്റെ താഴെയുള്ള ആരോ ആണ്. അവർക്കും ഇതൊന്നും ചെയ്ത് പരിചയമില്ല. ഡെപ്യൂട്ടേഷനിൽ ആരെയും കൊണ്ടുവന്നിട്ടില്ല. കുറച്ച് പേരെ കൊണ്ടുവരണമായിരുന്നു, ആരെയും കൊണ്ടുവന്നിട്ടില്ല. ഇതൊരു പാവകളിയാണ്, ഇത് പിള്ളേർ കളിയാണ്. പക്ഷേ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഇപ്പോഴിരിക്കുന്ന ദുരന്ത നിവാരണ അതോറിറ്റിയിൽ ഇരിക്കുന്നവർ അത്ര ശക്തരാണോ? UDF അവർ ഹൈജാക്ക് ചെയ്യുന്നു. UDF ഇരിക്കുമ്പോൾ അവരാണല്ലോ ഇരുന്നത്. LDF ഇരിക്കുമ്പോഴും അവർ ഹൈജാക്ക് ചെയ്യുന്നു. 2013 മുതൽ 2-3 പേർ ഈ സംവിധാനത്തെ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നു. അത്ര ശക്തരാണോ? എങ്കിൽ ആരാണ് അവരെ ഇരുത്തിയിരിക്കുന്നത്? ഇത് നമ്മൾ ചോദിക്കേണ്ട സമയമായി. ഇവിടെ ഈ നാട്ടിലെ ഏതെങ്കിലും സമ്പന്ന വിഭാഗമാണോ? കാരണം ഒരുപാട് കാര്യങ്ങൾക്ക് ലൈസൻസ് കൊടുക്കുന്ന സ്ഥലമാണ്, അവിടെ നിന്ന് ക്ലിയറൻസ് കൊടുക്കുന്ന സ്ഥലമാണ്. ഞാൻ എന്തിന് ഘടകം പറയുന്നില്ല. അവരുടെ ബിനാമിയാണോ അവിടെ ഇരിക്കുന്ന ആളുകൾ? അതോ ഏതെങ്കിലും മതസംഘടനയുടെയോ ഏതെങ്കിലും വ്യക്തികളുടെയോ? അതുകൊണ്ട് ഏതെങ്കിലും മതസംഘടന ഇവിടെ നമുക്ക് NSS, SNDP, ജമാഅത്ത് ഇസ്ലാമി, അതുപോലെ മറ്റ് മതസംഘടനകൾ, ജാതി സംഘടനകൾ, ഇവർക്കെല്ലാം ഭരണത്തിൽ സ്വാധീനമുണ്ട്. നമുക്കറിയാം, ഒരാളായിട്ട് നമ്മൾ പറയണ്ട, അങ്ങനെ കുറ്റപ്പെടുത്തില്ല. എല്ലാവർക്കും ചെറിയ സ്വാധീനമുണ്ട് ഭരണത്തിൽ. ആരുടെയെങ്കിലും നോമിനിയാണോ? അത് ആരാണ് ഇവരെ ബേക്കിംഗ്? ഈ സംവിധാനത്തിൻ്റെ ബേക്കിംഗ് ആരാണ്? ഇനി ഒരു കാര്യം കൂടെ പറയാം. ഇപ്പോഴിരിക്കുന്ന മെമ്പർ സെക്രട്ടറി, അത് ഞാൻ ഇതുവരെ പുറത്ത് പറയാത്ത കാര്യമാണ്, ഒരു ചാനലും പറയാത്ത കാര്യമാണ്. മെമ്പർ സെക്രട്ടറിയെ മാറ്റണം, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ശരിയല്ല എന്ന് നിരവധി IAS എഴുതിയിട്ടുണ്ട്. ഡോക്ടർ ജയതിലക്, ഞാൻ ആ പേര് തന്നെ പറയാം, ഡോക്ടർ ജയതിലക് റവന്യൂ സെക്രട്ടറി ആയിരുന്നപ്പോൾ എഴുതി, മെമ്പർ സെക്രട്ടറിയുടെയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും പ്രവർത്തനങ്ങൾ ശരിയല്ല എന്ന്. ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ. അടൂർ പ്രകാശ് മന്ത്രിയായിരുന്നപ്പോൾ ഒന്ന് ക്ലിയർ ചെയ്യാൻ ശ്രമിച്ചതാണ്, റവന്യൂ മന്ത്രിയായപ്പോൾ ചെയ്യാൻ പറ്റിയില്ലല്ലോ. കാലാകാലമുള്ള മന്ത്രിമാർ വിചാരിച്ചാൽ, സെക്രട്ടറിമാർ വിചാരിച്ചാൽ, അഡീഷണൽ ചീഫ് സെക്രട്ടറിമാർ വിചാരിച്ചാൽ, ചീഫ് സെക്രട്ടറി വിചാരിച്ചാൽ തൊടാൻ പറ്റാത്ത രീതിയിൽ പവർഫുള്ളാണോ ഈ സംവിധാനം, ഈ സംഘം? മുഖ്യമന്ത്രിയാണ് ഇതിൻ്റെ ചെയർമാൻ. ഞാൻ ഇത്രയും ആധികാരികമായി ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഇത്രയും കടുപ്പിച്ച് ചോദിക്കുന്നത്, ഇപ്പുറത്ത് 10-300 ആളുകളുടെ കുടുംബമുണ്ട്. 1047 പേരെ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല, മണ്ണിൻ്റെ അടിയിലാണ്. 110ഓളം പേർ ഓഹിയിൽ പോയിട്ട് ഇതുവരെ അറിയില്ല നമുക്കാരെന്ന്. അവർ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് നമുക്കറിയില്ല. വയനാട് 10-300 കുടുംബങ്ങളാണ് അനാഥമായത്. 10,000-ഓളം വീടുകളാണ് നഷ്ടമായത്. അവർക്ക് വീട് വെച്ച് കൊടുക്കാൻ പറ്റിയിട്ടില്ല. ധനസഹായം നിൽക്കുന്നു. അവരുടെ 6,000 രൂപയുടേത് ഏകദേശം നിൽക്കാറായി. പൈസ വാടക കൊടുക്കുന്നത് നിൽക്കാറായി. 300 രൂപ കൊടുക്കുന്നത് ഇതുവരെ ഇപ്പം കൊടുക്കുന്നില്ല. അവർ ദുരിതത്തിലും പട്ടിണിയിലും നരകിക്കുകയാണ്. അപ്പോഴാണ് കേന്ദ്ര ഗവൺമെൻറ്റിന് നമ്മൾ കൃത്യമായി എന്ത് കൊടുക്കുന്നില്ല, കണക്ക് കൊടുക്കുന്നില്ല. ആ കണക്ക് കൊടുക്കുന്നില്ല എന്ന് ഞാനല്ല പറയുന്നത്, അല്ലെങ്കിൽ ചാനലല്ല പറയുന്നത്, ഹൈക്കോടതിയാണ് പറഞ്ഞത്. ഇനി ഹൈക്കോടതി പറയുന്നതിന് ഒരു തെളിവും കൂടെ ഉണ്ട്. ഹൈക്കോടതിക്ക് അവരുടെ അമിക്കസ് ക്യൂറിയ വെച്ചിട്ടുണ്ടായിരുന്നു തെളിവെടുപ്പിനായിട്ട്, അല്ല വെറുതെ അവർ പറയുന്നതല്ല. ആ അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടും അവരിപ്പോൾ പരിഗണിച്ചിട്ടുണ്ട്. അതും കൂടെ പരിഗണിച്ചപ്പോഴാണ് മനസ്സിലായത് 3-4 കാര്യങ്ങൾ കേന്ദ്രത്തിനോട് ഇവർ ചെയ്യുന്നില്ല. ഒന്ന്, സമയത്ത് അവർ റിപ്പോർട്ട് തയ്യാറാക്കുന്നില്ല, അതൊരു ലാഗിങ് ആണ്. 2, തയ്യാറാക്കുമ്പോൾ ഒരു ഓഡിറ്റ് ചെയ്ത് നേരത്തെ ചെയ്തതിൻ്റെ ഒരു ഓഡിറ്റ് തയ്യാറാക്കുന്നില്ല. യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നില്ല.
എത്ര പണം ഉണ്ടെന്ന് അവർ കൃത്യമായി പറയുന്നില്ല. ഉള്ളതിൽ എത്ര പണം വയനാടിന് വേണ്ടി ചിലവഴിക്കാൻ പറ്റുമെന്ന് പറയുന്നില്ല. ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് ആ ഭാഗം അവസാനിപ്പിക്കാം. ഒരു 10,000-ഓളം വീടുകൾ വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ് സ്വകാര്യ വ്യക്തികൾ. ആര്, എപ്പോൾ, എവിടെ, എങ്ങനെ? സർക്കാരിന് വല്ല സാധ്യതയുണ്ടോ? വല്ല ബോധ്യമുണ്ടോ? 2, 625 കോടിയിൽ പരം രൂപ പിന്നെ ചീഫ് മിനിസ്റ്ററുടെ ദുരിതാശ്വാസ നിധിയിലുണ്ട്. വയനാടിന് വേണ്ടി മാത്രം വന്നതാണ്. അതെന്തിന് ചിലവാക്കുന്നു, എവിടെ ചിലവാക്കുന്നു, വല്ല ധാരണയുണ്ടോ? SDRF എന്ന് പറയുന്ന ഇപ്പോൾ കിടക്കുന്ന പൈസയിൽ നിന്ന് എത്ര കോടി രൂപ അവിടെ ചിലവാക്കും, വല്ല ധാരണയുണ്ടോ? ഈ 3 ധാരണ ഉണ്ടാക്കിയാൽ ബാക്കി തുക കേന്ദ്രത്തിനോട് ചോദിച്ചാൽ പോരെ? ബാക്കി തുക ചോദിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രൊസീജിയർ അനുസരിച്ച്, ഫോർമാറ്റ് അനുസരിച്ച് കൊടുക്കേണ്ട വിവരങ്ങളെല്ലാം കൃത്യമായി കൊടുത്ത് ഒരു പ്രാവശ്യം ഡൽഹിയിൽ പോയി അവിടെ നിന്ന് ഒരു ഫോളോ അപ്പ് നടത്തിയാൽ തീരാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ. മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പോയിരുന്നല്ലോ, പൊതുമരാമത്ത് മുഖ്യമന്ത്രി പോയിരുന്നല്ലോ, ബാക്കിയുള്ളവരും കൂടി പോകണം. ഇന്നും ശ്രീ കെ വി തോമസ് സാർ വിത്ത് ഓൾ റെസ്പെക്റ്റ് പറയട്ടെ, ഇന്നും അബദ്ധം പറഞ്ഞു. ഇന്നും പറയുകയാണ് അദ്ദേഹം അബദ്ധം. എന്താ അബദ്ധം പറഞ്ഞത്? ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കണമെന്ന്. എന്താ ഇവരൊക്കെ എന്ത് രാഷ്ട്രീയക്കാരാണ് അവർ? എന്ത് പഠിച്ചിട്ടാണ് ജനങ്ങളോട് ഇത് വന്ന് പറയുന്നത്? പഴയ കാലഘട്ടമല്ല. കൊച്ചു പിള്ളേർ എന്ന് പറയുമ്പോൾ ഈ കെ വി തോമസ് സാറിൻ്റെ അടക്കമുള്ളവരുടെ കൊച്ചു മക്കൾ വരെയുള്ള നെറ്റിലൊന്ന് ചുരണ്ടി നോക്കുമ്പം അറിയാൻ പറ്റും രാജ്യത്തെ നിയമവും നാട്ടിലെ പ്രൊസീജിയറും ഒക്കെ. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയില്ല. ലെവൽ 3 ആയിട്ട് അങ്ങനെ ഒരു പ്രഖ്യാപനമില്ല. എങ്ങനെ ഈ പ്രഖ്യാപിച്ച് ഒരു സ്പെഷ്യൽ പാക്കേജ് ഇല്ല, അതൊന്നുമില്ല. അഡീഷണൽ അസിസ്റ്റൻസ് മാത്രം, അധിക ധനസഹായം മാത്രം. തന്ന പൈസ തികഞ്ഞില്ലെങ്കിൽ അധിക ധനസഹായം മാത്രം. ഞാൻ നിങ്ങൾക്ക് കുറച്ച് പണം തരുന്നു, നിങ്ങൾ പറയുന്നു സാർ ഇത് തികയില്ല എന്ന് പറയുമ്പോൾ ചോദിക്കുന്നു എന്തിനാണ് ഇപ്പോൾ ചിലവെവിടെ, എന്തിനൊക്കെ ഇന്ന് ഇയാൾ ചിലവാക്കും? സാർ ഇന്ന കാര്യങ്ങൾക്ക് ഇത് ചിലവാക്കും, അധികമായി എനിക്ക് പൈസ വേണം. ഓക്കെ, അധിക ധനസഹായം, അഡീഷണൽ ഫിനാൻസ് അസിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. അതിനതിൻ്റേതായ നടപടിക്രമമുണ്ട്. ഈ നടപടിക്രമമുണ്ട്, സമയവുമുണ്ട്. നവംബർ 13 കൊടുത്തിട്ട് 15 നമ്മൾ ബഹളം ഉണ്ടാക്കിയ പൈസ കിട്ടില്ല, തരാൻ പറ്റില്ല. ഒരു ഏജൻസിയും തരാൻ പറ്റത്തില്ല, ഒരു സംവിധാനത്തിനും തരാൻ പറ്റത്തില്ല. അപ്പോൾ വളരെ കൃത്യമായി ഡിലേ വരുത്തുന്നു. അല്ലെങ്കിൽ പർപ്പസ് ആയിരിക്കില്ല, അതിനുള്ള കഴിവേ ഉള്ളൂ. പർപ്പസായിട്ട് ചെയ്യൂല. ഇപ്പം മുണ്ടകൈമലയിൽ ഇതുണ്ടായതുകൊണ്ട് ഒരു മാസത്തേക്ക് റിപ്പോർട്ട് തയ്യാറാക്കി മേശയിൽ വെച്ചിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിനെ പറ്റിക്കുക അങ്ങനെ കൊടുക്കുന്നതല്ല. ഇതിനുള്ള കഴിവില്ല, അകത്ത് ആ കഴിവുള്ള ആളുകളില്ല, എക്സ്പീരിയൻസുള്ള ആളുകളില്ല. അപ്പോൾ അതുകൊണ്ട് താമസിച്ച് അവിടെ ചെന്നിട്ട് ബഹളം ഉണ്ടാക്കുന്നു. ബഹളം ഉണ്ടാക്കുമ്പോൾ അവരെടുത്ത് വെച്ച് നോക്കുമ്പോഴാണ് കണക്കുകൾ ക്ലിയറല്ല, ഓഡിറ്റ് ചെയ്തിട്ടില്ല, UC സർട്ടിഫിക്കറ്റ് ഇല്ല, വകമാറ്റി ചിലവഴിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും അവരെന്ത് ചെയ്യില്ല, പണം കൊടുക്കുന്നില്ല. ഇത് ഒന്നാമത്തെ പ്രാവശ്യം അല്ലെന്നേ, ഇത് പലവട്ടമായെന്നേ. ഈ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ തന്നെ പലവട്ടമായി. പ്രളയത്തിൻ്റെ സമയത്ത് എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഇത് ശ്രദ്ധിക്കുന്നില്ല? എന്തുകൊണ്ട് റവന്യൂ മന്ത്രി ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല? ഇനി റവന്യൂ മന്ത്രി വിചാരിച്ചാലും ഇതൊന്നും ക്ലിയർ ചെയ്യാൻ പറ്റില്ലേ? അതിനകത്ത് ഒരു തമാശ നടന്നു, സെക്രട്ടേറിയറ്റിലൊരു തമാശ നടന്നു. ഞാനതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ ശാസ്ത്രജ്ഞന്മാരും സാങ്കേതിക വിദഗ്ധരൊന്നും അവിടെ പോകരുതെന്നൊരു ഒരു ഓർഡർ ഇറക്കിയല്ലോ. അപ്പോൾ അത് ഒപ്പുവെച്ചത് ഒരു IAS കാരിയാണ്. IAS കാരിയാണ് ഒപ്പുവെച്ചത്, സീനിയറായിട്ടുള്ള. അപ്പോൾ അവരതിന് ശേഷം പിന്നെ അവിടെ തമാശ രൂപത്തിൽ കൂടെ പറഞ്ഞത്, ഒരു മരപ്പൊട്ടൻ ഒരു ഓർഡറും എഴുതി കൊണ്ടുവന്നു. മരമങ്കിയായ ഞാൻ ഒപ്പിട്ട് കൊടുത്തു. മരപ്പൊട്ടൻ സബ്മിറ്റ് ചെയ്തു ഫയൽ, മരമങ്കി ഒപ്പിട്ട് കൊടുത്തു, പിൻവലിക്കുകയും ചെയ്തു. എന്താണ് സംഭവിക്കുന്നത് ഇവിടെ? ഞാൻ പറഞ്ഞ അടിയന്തരമായി ഒന്നുകിൽ ഇവർ രാജിവെക്കണം, ഈ ടീം, അല്ലെങ്കിൽ ടീമിനെ മാറ്റണം. ധാർമ്മികമായി രാജിവെക്കുകയാണ് ചെയ്യേണ്ടത്. സാർ ഞങ്ങൾക്കിത് പറ്റില്ല, ഞങ്ങൾ വേറെ ഏതെങ്കിലും ജോലി ചെയ്തോളാം എന്ന് വർക്കിംഗ് അറേഞ്ചുള്ള ഡെപ്യൂട്ടേഷനിൽ മാറിക്കൊടുക്കണം. അല്ലെങ്കിൽ ഇവരെ മാറ്റണം. ഈ സംവിധാനം ഒരു മിനിറ്റ് പോലും ഇരിക്കാൻ അവർക്ക് ധാർമ്മികമായ അവകാശമില്ല, നിയമപരമായിട്ടില്ല, കഴിവില്ല, യാതൊന്നും തന്നെയുള്ള സംവിധാനമല്ല. ജനങ്ങളെ വീണ്ടും പറ്റിക്കുകയും പരീക്ഷിക്കുകയും ചെയ്താണ്. ഇപ്പോൾ BJP അടക്കമുള്ളവർക്ക് ഒരു അപ്പർ ഹാൻഡ് കിട്ടിയല്ലോ, പറയാൻ കേന്ദ്രത്തിനെതിരെ കുറ്റം പറയുന്നത് ശരിയല്ല എന്ന് പറയേണ്ട അപ്പർ ഹാൻഡ് കിട്ടി. എന്തിനീ അവസരങ്ങൾ എല്ലാ പാർട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാക്കുന്നു, പരസ്പരം മത്സരിക്കുന്നു? കേരളത്തിലെ വയനാട്ടിലെ ജനങ്ങളോട് എന്തെങ്കിലും കടപ്പാടുണ്ടെങ്കിൽ, എന്തെങ്കിലും ബാധ്യതയുണ്ടെങ്കിൽ, കേരളത്തോട് എന്തെങ്കിലും ബാധ്യതയുണ്ടെങ്കിൽ, എന്തെങ്കിലും കടപ്പാടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സംവിധാനം പുനഃസംഘടിപ്പിക്കണം, നിലവിലുള്ള സംവിധാനത്തെ പിരിച്ചുവിടണം. ഇത് പലവട്ടം ആവശ്യപ്പെട്ടതാണ്. മാതൃഭൂമി പത്രത്തിലൂടെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ ഇവരുടെയൊക്കെ പേരെടുത്ത് പറഞ്ഞ് ആവശ്യപ്പെട്ടതാണ്, ഞാൻ ആവശ്യപ്പെട്ടതല്ല. ഈ സംവിധാനം പൊളിച്ചെഴുതണമെന്നും ഇന്ന ആളുകളെയൊക്കെ അവിടെ നിന്ന് മാറ്റണമെന്നും. തീർച്ചയായും നമ്മൾ അടി വാങ്ങിച്ചുകൊണ്ടേയിരിക്കുന്നു, അപഹാസ്യതരാകുന്നു. മറ്റ് സ്റ്റേറ്റുകൾ ദുരന്തമുണ്ടായാൽ പെട്ടെന്ന് പൈസ കൊണ്ടുപോകുന്നു. അപ്പോൾ നമ്മൾ BJP ആണ്, അല്ലെങ്കിൽ അതാണ് ഇതാണ് സംഖ്യയാണ് ചാണകമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ കൃത്യമായ റിപ്പോർട്ടുകൾ കൊടുക്കുക, നല്ല ഓഡിറ്റ് ചെയ്ത് കൊടുക്കുക, കണക്കുകൾ കൊടുക്കുക, ബാർഗൈൻ ചെയ്യുക, ബഹളം ഉണ്ടാക്കേണ്ടത് ബഹളം ഉണ്ടാക്കുക, പൊളിറ്റിക്കലായി ബഹളം ഉണ്ടായാൽ പൊളിറ്റിക്കലായി ഉണ്ടാക്കുക, ബ്യൂറോക്രാറ്റ് എന്താണ് ഉണ്ടാക്കി നമുക്ക് അർഹമായ പണം കൃത്യമായി
പിടിച്ചു വാങ്ങുക, അത് ജനങ്ങൾക്ക് കഴിയുന്നത് വേഗം എത്തിക്കുക. അതിനുള്ള പ്രവർത്തനങ്ങൾ അകത്ത് നടക്കട്ടെ. പുറത്ത് നടക്കുന്ന പോരാട്ടവും സമരവും ഹർത്താലും രാജ്ഭവൻ നടന്നോട്ടെ, അതൊരു വഴിക്ക് നടക്കട്ടെ, രാഷ്ട്രീയമാണ്. അകത്ത് പക്ഷേ ഈ പ്രോസസ്സ് നടത്തണം. അതിന് തടസ്സമായി നിൽക്കുന്നവർ കഴിവില്ലാത്തവരാണ് ഇരിക്കുന്നതെങ്കിൽ അവരെ മാറ്റുവാൻ ഉള്ള രാഷ്ട്രീയ ഇച്ഛാശക്തിയാണ് ഈ ഗവൺമെൻറ് കാണിക്കേണ്ടത്.